2022 മോഡൽ എർട്ടിയ VXi 53,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2019 മോഡൽ ഓൾട്ടോ 800 VXi 64,000 കിലോമീറ്റർ. 2019 മോഡൽ ബലെനോ ഡെൽറ്റ വേരിയൻറ്റ് സിംഗിൾ ഓണർ വെറും 54,000 കിലോമീറ്റർ. 25,000 കിലോമീറ്റർ ഓടിയ വാഗണർ LXi സിംഗിൾ ഓണർഷിപ്പ്, വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് എന്ന കാര്യങ്ങളുള്ള 2018 മോഡൽ. ഹായ് ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ഇൻഡസിലാണ് വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റി വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നല്ല നല്ല വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. അധികം ഓടാത്ത വണ്ടികൾ, ഓണർഷിപ്പ് വളരെ കുറച്ച് പോയത് മാത്രമായ വണ്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചധികം നല്ല വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. ക്വാളിറ്റി വണ്ടികളാകുമ്പോൾ ചെറിയ തോതിൽ വിലയിലും അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടാകും കേട്ടോ. വിലയിലും മതിപ്പുള്ള അതനുസരിച്ചുള്ള ക്വാളിറ്റിയുള്ള നല്ല നല്ല വണ്ടികൾ, വിശ്വസിച്ചെടുക്കാവുന്ന നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഇത്തവണ വന്ന് കിടക്കുന്നത്. കാരണം വണ്ടി കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഒരുവിധം വണ്ടിയുടെ ഒരു ഷേപ്പ് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കൊടുക്കുന്ന കോൺടാക്ട് നമ്പർ നോക്കി ഡിക്സനെ വിളിച്ച് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് ഇവിടെ വന്നും നിങ്ങൾ തീർച്ചയായിട്ടും ഡിക്സനെ കാണണമെന്ന് തന്നെ പറയുക. അങ്ങനെ പറഞ്ഞ് ആ വ്യക്തിയെ തന്നെ കണ്ട് വണ്ടികൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ഡിക്സൺ ബ്രോ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? തകൃതിയായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തവണ വന്നപ്പോൾ എല്ലാം ക്വാളിറ്റി വണ്ടിയാണ് കിടക്കുന്നത്. നമ്മുടെ ലോ ബഡ്ജറ്റ് വണ്ടിയുള്ള സ്റ്റോക്കെല്ലാം ഓൾമോസ്റ്റ് തീർന്നു. ഇനി അത്യാവശ്യം ക്വാളിറ്റി വണ്ടി മാത്രമേ കിടപ്പുള്ളൂ. അത്യാവശ്യം എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ്? നമുക്കൊരു 2 lakh above 3 lakh above സ്റ്റാർട്ടിംഗ് അങ്ങനെ കിടക്കണേ. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും വേറെ വിശേഷങ്ങളൊക്കെ പോകാൻ വേണ്ടി നോക്കട്ടെ. മഴ വരുന്നു, പരിപാടി വരുന്നുണ്ട്, ഏത് നിമിഷം പെയ്യും. അതാണ് നമുക്ക് പരിപാടി നോക്കണം. 2020 മോഡൽ ഓൾട്ടോ LXi 26,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. എഞ്ചിന് ഗിയർ ബോക്സിന് 1 year വാറണ്ടിയും ഫ്രീ സർവീസും കാലെല്ലാം വരുന്ന വണ്ടിയാണ്. 2020 മോഡൽ ഓൾട്ടോ LXi സെക്കൻഡ് ഓണർ. നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് വെറും 3,10,000 രൂപ മാത്രം. എക്സ്പെക്റ്റിംഗ് റേറ്റാണ് 3,10,000. 2020 മോഡൽ ഓൾട്ടോ LXi. അതിലെന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും, തീർച്ചയായിട്ടും വരും. ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല, പോയിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ എടുക്കും. അത്യാവശ്യം ചെറിയ പെയിൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാക്കുമ്പോൾ ക്ലിയർ എടുക്കുന്നതായിരിക്കും. ഈ വിലപേശം ഉണ്ടാവില്ല, എന്തായാലും വിലപേശം ഉണ്ടാവും. അപ്പോൾ ഈ വിലപേശം കഴിയുമ്പം ഈ പെയിൻറ്റിൻ്റെ ഇതിൽ എന്തെങ്കിലും തീർച്ചയായും ചെയ്ത് കൊടുക്കാൻ മതി. ചെയ്യും. ഇല്ല, ചില ആൾക്കാർ നേരെ തിരിച്ചു പറയും. വില ഇപ്പോൾ താണ്ട് ഇവിടെയൊക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പറയും അത് നമ്മൾ ചെയ്തു. അല്ല, അത് ചെയ്ത് കൊടുക്കണം. ചെയ്ത് കൊടുത്താലേ വണ്ടി ഒന്നും ക്ലീൻ ആകത്തുള്ളൂ. അതെല്ലാം ചെയ്ത് നീറ്റാക്കി നമ്മൾ കൊടുക്കത്തുള്ളൂ. വണ്ടി 310 അത് 50 രൂപ കൊണ്ട് ഇറക്കാം. നമുക്കൊരു 2-2.25 കിലോമീറ്റർ സൗകര്യം കൊടുക്കാൻ പറ്റും. 2019 മോഡൽ കിഡ് ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. 2019 മോഡൽ കിഡ് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ്. 49,000 കിലോമീറ്റർ മാത്രമേ. വേരിയൻ്റ് അതായത് കിഡ് അതല്ല, RXT എന്ന് പറയുമ്പോൾ മിഡിലാണോ? ടോപ്പിന് താഴെയുള്ളത്. ഓക്കെ, ഫോർഡോ പവറിൻ്റെ വരുന്നത് തന്നെയല്ലേ? അതെ, ഫോർഡോ പവറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 2019 മോഡൽ കിഡ് ഓട്ടോമാറ്റിക് വണ്ടി. 19 മോഡൽ 90 മോഡൽ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 3 രൂപ കൊടുക്കാം. 3 lakh. 2019 ടയറൊക്കെ കൊള്ളാം, നല്ല ടയറും കിടപ്പുണ്ട്. 2014 മോഡൽ ഓൾട്ടോ കേട്ടൺ. നമ്മൾ ഓൾറെഡി ഓട്ടോമാറ്റിക് ഉണ്ട്, ഇത് വേറെ ഓട്ടോമാറ്റിക്. കേട്ടൺ ഓട്ടോമാറ്റിക് വണ്ടി. 2014 മോഡൽ. ഓണർഷിപ്പ് എത്ര? VXi വേരിയൻറ്റ്. 92,000 കിലോമീറ്റർ പോയിട്ടുണ്ട് വണ്ടി. ഓണർഷിപ്പ് എത്രയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല. വണ്ടി കാണാനൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. ടയറുണ്ട്, അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നും വണ്ടിക്കൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,80,000 കൊടുക്കാം. നമുക്ക് 2,80,000. 2014 മോഡൽ കേട്ടൺ ഓട്ടോമാറ്റിക് കൊടുക്കാം. ചെറിയ സ്ക്രാച്ച് ഒക്കെ, ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചിങ്, അത് നമുക്ക് ക്ലിയർ ചെയ്ത് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഓൾട്ടോ 800 VXi. 2021 മോഡൽ ഓൾട്ടോ 800 VXi ആണ്. AC പോസ്റ്ററിങ്, 2 door പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ്, മ്യൂസിക് സിസ്റ്റം കാരണം എല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. അതുകൂടാതെ വാറണ്ടിയും കാരണം എല്ലാം അവൈലബിൾ വണ്ടിയാണ്. 2021 മോഡൽ ഓൾട്ടോ 800 LXi 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ഒക്കെ ജെന്യുവിനാണ്, പക്ക ആണ്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 3,35 കൊടുക്കാം. 3,35 ആസ്കിംഗ് റേറ്റ്. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് 3,35. അതെ. 2019 മോഡൽ ബലെനോ ഡെൽറ്റ വേരിയൻറ്റ് സിംഗിൾ ഓണർ വെറും 54,000 കിലോമീറ്റർ.
54 കിലോമീറ്റർ ഓടിയ ബലെനോ ഡെൽറ്റ വേരിയന്റ്. മാനുവലാണല്ലേ? അതെ. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ക്ലൈമറ്റ് കൺട്രോൾ, AC എല്ലാ സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. 2019 മോഡൽ ബലെനോ ഡെൽറ്റ. ടയർ പക്ഷേ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയറൊക്കെ ഉണ്ട്. അത്യാവശ്യം ടയർ മാറാറായി. നല്ല ടയർ. മൊട്ടയെന്ന് ഞാൻ പറഞ്ഞില്ല, ടയറുണ്ട് അത്യാവശ്യം, എന്നാലും മാറാറായിട്ടുണ്ട്. ഓക്കെ, റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടിക്കത്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 580 കൊടുക്കാം. 5,80,000 കൊടുക്കാം. ഒരു ലോ ബഡ്ജറ്റ് സെഡാൻ ടൈപ്പ് വണ്ടി, 2013 മോഡൽ വെൻഡോ, 92,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് വേരിയൻ്റ് ഏതാ? ഇത് കംഫോർട്ട് ലൈൻ ടോപ്പ് വേരിയൻറ്റ്. 95,527 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിരിക്കുന്നത്. ഡീസൽ അല്ലേ? ഡീസൽ കേട്ടില്ല, പെട്രോൾ. എന്ത് കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞേ? 95,000 കിലോമീറ്റർ. കിലോമീറ്റർ ജെന്യൂൻ ആണോ? അതൊക്കെ പക്കേ സർവീസിലുള്ള വണ്ടിയാണ്. 4 പുത്തൻ ടയറാണ്. മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ മൈന്യൂട്ട് 2 സ്ക്രാച്ചസ് മാത്രമേ ഇവിടെ ഉള്ളൂ, അല്ല വേറെ കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. ഇതാണ് ഇവിടെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 2,35 കൊടുക്കാം. 2,35. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും? തീർച്ചയായിട്ടും 25,000 കിലോമീറ്റർ ഓടിയ വാഗണർ LX സിംഗിൾ ഓണർഷിപ്പ്, വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് എന്ന കാര്യങ്ങളുള്ള 2018 മോഡൽ. കിലോമീറ്റർ ജെന്യൂൻ ആണോ? അതെ, കറക്റ്റ് കിലോമീറ്റർ പറയുകയാണെങ്കിൽ 25,342 കിലോമീറ്റർ. ചെറിയ ടച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? ടച്ച് സ്ക്രീനും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ, മാറ്റ് എല്ലാം വണ്ടിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് ആവറേജ് ടയേഴ്സേ ഉള്ളൂ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 3,95 കൊടുക്കാം. 3,95,000 വേണ്ടി കൊടുക്കാം. ലാസ്റ്റ് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം, ഫിക്സഡ് റേറ്റ് അല്ല. എത്ര രൂപ ഇറക്കാം? ഇത് നമുക്കൊരു 50,000 ഡൗൺ പേയ്മെൻറ്റ് കൂടെ ഇറക്കാം. 50,000 ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. 2024 മോഡൽ ബ്രസ LX വേരിയൻറ്റ്, വെറും 13,000 കിലോമീറ്റർ ഓടി വണ്ടി. വെറും 13,000 കിലോമീറ്റർ ഓടി 2024 മോഡൽ ബ്രസ LX. ഫസ്റ്റ് ടയർ ഫസ്റ്റ് 13,000 ഓടി സെക്കൻഡ് ടയർ ആവശ്യമില്ലല്ലോ. ഇല്ല. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അതിലുണ്ട്. ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. സെൻട്രലൊക്കെ ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. എല്ലാം വണ്ടി, പിന്നെ 1 ഇയർ വാറണ്ടി സർവീസ് എല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? കേട്ടില്ല. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്കകത്ത്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് പുത്തൻ വണ്ടി. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 8,500 കൊടുക്കാം. 8,50,000 കൊടുക്കാം. ഇത് ഇറങ്ങിയപ്പോൾ എത്ര ഉണ്ടായിരുന്നു? ഇറങ്ങിയപ്പോൾ 10 ഡിപ്പിച്ച് വില ഉണ്ടാകും വണ്ടി. 23 മോഡൽ ബലെനോ സീറ്റ ഓട്ടോമാറ്റിക് വണ്ടി. വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 2023 മോഡൽ ബലെനോ സീറ്റ, അതായത് ടോപ്പിന് നേരെ താഴെയുള്ള വണ്ടി. സീറ്റ ഓട്ടോമാറ്റിക്, വെറും 26,000 കിലോമീറ്റർ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്കകത്ത്. പിന്നെ എഞ്ചിന് ഗിയർ ബോക്സിന് വാറണ്ടി കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് തരുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് കിലോമീറ്റർ പറയുകയാണെങ്കിൽ 26,582 കിലോമീറ്റർ മാത്രമേ പോയിട്ടുള്ളൂ. 2023 മോഡൽ ബലെനോ സീറ്റ ഓട്ടോമാറ്റിക് വണ്ടി. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 8,500 കൊടുക്കാം. 8,50,000 കൊടുക്കാം. 2023 ബലെനോ സീറ്റ നമ്മുടെ ആസ്കിംഗ് റേറ്റ് ആണ്. വെറും ചോദ്യമാണ്. 2023 ബലെനോ സീറ്റ ഓട്ടോമാറ്റിക് 8,50,000 രൂപ. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് നത്തിങ് ഒന്നുമില്ല. അതുകൂടെ വാറണ്ടി സർവീസ് എല്ലാം എടുക്കുന്നുണ്ട്. 2022 മോഡൽ സിയാസ് ആൽഫ ടോപ്പ് വേരിയൻറ്റ്, വെറും 11,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ. 11,000 കിലോമീറ്റർ ഉള്ളി. കിലോമീറ്റർ ജെന്യൂൻ ആണ്. 1 ഇയർ വാറണ്ടി സർവീസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് കിലോമീറ്റർ പക്ക ജെന്യൂൻ ആയിരിക്കും. സ്റ്റാർട്ട് ബട്ടണൊക്കെ വരുന്ന മോഡൽ. ടോപ്പ് വേരിയൻറ്റ് ആൽഫ. 2022 മോഡൽ സിയാസ് ആൽഫ, 11,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. എടുത്തൊരു ആക്സസറീസ് കാരണം ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട. വണ്ടി ഓടിച്ചാൽ മാത്രം മതി. ഈ വെള്ള സീറ്റ് വണ്ടി പ്രീമിയം വണ്ടി. പ്രീമിയം ലുക്കാകുമ്പോൾ പ്രീമിയമിൻ്റെ വൈറ്റ് കളർ വേണം. അങ്ങനല്ല ഞാൻ ചോദിച്ചത്. നമ്മൾ ഈ എന്ത് പ്രീമിയം പറഞ്ഞാലും ഒരു ഇടത്തരം ഫാമിലിക്കാരൊക്കെ പോകുമ്പോഴത്തേക്കും വണ്ടിക്കകത്ത് അഴുക്കാവും. ഈ വെള്ള കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് ഇത് പ്യൂർ വൈറ്റ് അല്ലാണ്. ഫസ്റ്റ് ആണ് നമ്മൾ അഴുക്ക് പിടിക്കാലും പെട്ടെന്ന് അറിയാത്തൊരു വൈറ്റാണ്. പ്യൂർ വൈറ്റ് വരുത്തിരിക്കുന്ന സീറ്റുകൾ. ഇത് ഓഫ് വൈറ്റ് ടൈപ്പ് ഒരു കളറാണ്. 2022 മോഡൽ എർട്ടിഗ VXi, 53,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്. പക്ക വാറണ്ടിയും കാണലൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, ആക്സസറീസ് എല്ലാം വണ്ടിക്ക് തടയുണ്ട്. 2022 മോഡൽ എർട്ടിഗ VXi വണ്ടി. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. കൊള്ളാം വണ്ടി. 53,803 കിലോമീറ്റർ വരുന്നുണ്ട് വണ്ടി.
വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 9.5 കൊടുക്കാം. 9,50,000 കൊടുക്കാം. ടയർ മാറണം കേട്ടോ. ടയറെല്ലാം നമ്മൾ മാറത്തില്ല. ഈ ടയർ പോക്കാണ്. നമ്മൾ 4 ടയർ നമ്മൾ പുത്തൻ ടയർ ഇട്ട് തരും. ആണോ? അപ്പോൾ എത്ര ചോദ്യം? 9.5 കൊടുക്കാം നമുക്ക്. 9.5 അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും. ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല. നമുക്ക് അതിനകത്ത് ടയർ മാറി പോളിഷ് ചെയ്ത് വാറണ്ടി ഇട്ട് കൊടുക്കാം. 2024 മുകളിൽ ബ്രസ കിലോമീറ്റർ ഗസി 12,000. പോട്ടെ, താഴോട്ട് പോട്ടെ. 8,000 പോട്ടെ, താഴോട്ട് പോട്ടെ. ഇനിയും ഓടിയിട്ടില്ല. ഇത് പിന്നെ എന്തിനായാലും എടുത്തത്? കറക്റ്റ് കിലോമീറ്റർ നീ തന്നെ കാണിച്ചോ. 6,346 കിലോമീറ്റർ. അത്രേ ഓടി. 2024 മുകളിൽ ബ്രസ LXI വെറും 6,000 കിലോമീറ്റർ ഓടി വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ഇതിനെ പറയേണ്ട ആവശ്യമില്ല. ആക്സിഡൻറ്റ് റീപ്ലേസ് ഇല്ലെന്ന് പറയേണ്ട ആവശ്യമില്ല. അതൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഞങ്ങൾ പറയും ഇന്നില്ല. അല്ലേ? ആക്സിഡന്റ് 6,000 ഓടിയിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവാതിരിക്കണമെന്ന് ഒരിക്കലും നിർബന്ധിക്കാൻ പറ്റില്ല. വണ്ടി ഇറങ്ങുന്ന മണിക്കൂർ അടിക്കാൻ കഴിയും. അത് കുഴപ്പമില്ല. അതാ പറയാം. നമുക്ക് ഒരു ഫ്ലോയ്ക്കിനെ പറയാനല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എത്ര ചോദ്യം? ഇത് നമുക്ക് സെയിം 8.5. 2024 മുകളിൽ ബ്രസ LXI 8 ലക്ഷം രൂപ, 6,000 കിലോമീറ്റർ വാറണ്ടി സർവീസ് എല്ലാം വരുന്ന വണ്ടിക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഒരുപാടങ്ങ് വണ്ടികളൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഉള്ള വണ്ടികളെല്ലാം നല്ല വണ്ടികളായിരുന്നു. ഒരു വണ്ടിക്ക് മാത്രം ചെറിയ അപാകതയുണ്ട്, അതുള്ളതുള്ള പോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ട വണ്ടികളിൽ ഏതെങ്കിലുമൊക്കെ വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ചെയ്തു തന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തീരെ സുഖമില്ല, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ലാഗ് വരികയോ അല്ലെങ്കിൽ നാക്ക് കുഴയുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നുവെങ്കിൽ കള്ള് കുടിച്ചിട്ടാണെന്നും പറഞ്ഞ കളയിൽ സുഖമില്ല കിടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടേതായ ബുദ്ധിമുട്ട് എനിക്ക് ഈ വീഡിയോ എടുത്തപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.